സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമാക്കി സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങളുടെ നെറ്റ്വർക്ക് രൂപീകരിക്കുകയാണ്. കുടുംബശ്രീ ഏതു മാതൃകയിലാണോ കേരളീയ സമൂഹത്തിൽ സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും വർദ്ധിപ്പിക്കുകയും അവർക്ക് വരുമാനദായകമായ തൊഴിലവസരങ്ങൾ തുറന്നിടുകയും ചെയ്തത്, സമാന മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നു. സ്വാശ്രയ കൂട്ടായ്മകളായിട്ട് രൂപീകരിക്കുന്ന ഈ സ്വയം സഹായ സംഘങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖാന്തരമാണ് സംഘടിപ്പിക്കുക. ഈ സംഘത്തിൻ്റെ സംസ്ഥാനതല നിർവഹണ കേന്ദ്രം, അതായത് അതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസ് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ പൂജപ്പുരയിലെ ആസ്ഥാനമായിരിക്കും. ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വെല്ലുവിളികൾ നേരിടുന്നവരെ സമൂഹത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് അവരെ സാമൂഹികവും സാംസ്കാരികവുമൊക്കെയായ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ സംഘങ്ങളുടെ നെറ്റ്വർക്ക്. ഭിന്നശേഷി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ടുള്ള പദ്ധതികളുടെ വേഗത വർദ്ധിപ്പിക്കാനും ലക്ഷ്യപ്രാപ്തിയിലേക്ക് ആ പദ്ധതികളെ എത്തിക്കുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിലാണ് ഈ നെറ്റ്വർക്ക് വികസിപ്പിക്കുക. 1955 തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മ സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ് സുശക്തി സംഘങ്ങൾ പ്രവർത്തിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് ഏജൻസികളുടെയും സാമ്പത്തിക വികസനവും സാമൂഹ്യനീതിയും ലക്ഷ്യം വച്ചുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ സുശക്തി സ്വയം സഹായ സംഘങ്ങൾ പങ്കാളിത്തം വഹിക്കും. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം, ഭിന്നശേഷി സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ സൃഷ്ടി, പ്രാദേശിക സാമ്പത്തിക വികസനം, ദാരിദ്ര്യ ലഘൂകരണം, ആതുര സാമൂഹ്യനീതി, സദ്ഭരണം ഈ മേഖലകളിലൊക്കെ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന വിധത്തിൽ ചേർത്തുകൊണ്ടുള്ള ഒരു മാതൃകാ പദ്ധതിയായിട്ട് അത് വികസിക്കും. ആസൂത്രണ പ്രവർത്തനങ്ങളിലും നിർവഹണ പ്രവർത്തനങ്ങളിലും ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഈ നെറ്റ്വർക്കിലൂടെ സാധിക്കും. ശാരീരികമോ ബൗദ്ധികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന എല്ലാ വ്യക്തികളെയും, അതുപോലെ ആ വ്യക്തികൾക്ക് സ്വന്തമായ നിലയിൽ പങ്കെടുക്കാനുള്ള പരിമിതികളുണ്ടെങ്കിൽ സുശക്തി അംഗത്വത്തിന് അർഹതയുള്ള അവരുടെ രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സുശക്തി സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക. ഒരു സ്വയം സഹായ സംഘത്തിൻ്റെ പരിധിയിൽ സ്ഥിരതാമസക്കാരായ 40% അതിൽ കൂടുതലോ ശാരീരിക മാനസിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉൾപ്പെട്ട 10 മുതൽ 20 വരെയുള്ള വ്യക്തികളുടെ കൂട്ടായ്മയായാണ് ഓരോ സുശക്തി യൂണിറ്റും രൂപീകരിക്കപ്പെടുക. അതിൻ്റെ സാങ്കേതികമായ എല്ലാ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. എപ്രകാരമാണോ കുടുംബശ്രീക്ക് സംഘടനാ സംവിധാനമുള്ളത്, ആ മാതൃകയിൽ തന്നെയാണ് സുശക്തിയുടെയും സംഘടനാ സംവിധാനം നിലവിൽ വരിക.